السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, പ്രൗഢോജ്വലമായ ഒരു പ്രഭാഷണത്തിന് ശേഷം അവശേഷിക്കുന്ന സോളിഡാരിറ്റിയുടെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഇടപെടലുകളുടെ മേഖലകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സഹോദരന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. മുതലാളിത്ത സാമ്രാജ്യത്വത്തിനെതിരിൽ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ പോഷക സംഘടനയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ സമര പോരാട്ടങ്ങളെക്കുറിച്ച സുദീർഘമായ ഒരു പ്രഭാഷണം നാം കേട്ടുകഴിഞ്ഞു. ആഗോളതലത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കനത്ത കടുത്ത വെല്ലുവിളി ഏത് എന്ന ചോദ്യത്തിന് നാം അഭിപ്രായ വ്യത്യാസമില്ലാതെ നൽകുന്ന ഉത്തരമാണ് മുതലാളിത്ത ദർശനത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെട്ട സാമ്രാജ്യത്വം എന്നത്. ആ സാമ്രാജ്യത്വത്തിന്റെ കനത്ത വെല്ലുവിളിക്കെതിരിൽ ആഗോളതലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രസ്ഥാനവും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വത്തെ പോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടുത്ത വെല്ലുവിളിയാണ് ഫാഷിസം അഥവാ വർഗീയത എന്ന് പറയുന്നത്. വർഗീയ ഫാഷിസം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അർബുദം കണക്കെ പിടികൂടിയ അപകടകരമായ രോഗമാണല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വധത്തോടുകൂടി ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്ത് തേരോട്ടം ആരംഭിക്കുകയുണ്ടായി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുതലാളിത്ത ദർശനത്തിന്റെ സാമ്രാജ്യത്വ ശക്തിയുടെ അടിസ്ഥാനം മുതലാളിത്തവും വംശീയതയുമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഫാസിസത്തിന്റെയും ഹൈന്ദവ ഫാസിസത്തിന്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത് വംശീയത തന്നെയാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകയുദ്ധങ്ങൾക്ക് വരെ വഴിവെച്ച അപകടകരമായ വംശീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒരു ചരിത്രം, മഹിതമായ പാരമ്പര്യം എന്ന് പറയുന്നത് ഫാസിസത്തോട് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ പാരമ്പര്യമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിലും സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മുടെ രാജ്യത്തെ ജനത അനുവദിക്കുകയില്ല എന്ന നിരന്തരമായ തിരിച്ചടി ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, അടിസ്ഥാനപരമായി നമ്മുടെ നാട് മതവിശ്വാസികളുടെ നാടാണ്. വിവിധ മതക്കാർ ഏകോദര സഹോദരങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണാണ് ഇന്ത്യയുടെ മണ്ണെന്ന് പറയുന്നത്. ആ മതവിശ്വാസികളുടെ കൂട്ടായ്മയുടെ കരുത്താണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് നാം അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിച്ചത് ഈ കൂട്ടായ്മയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഡച്ചുകാരനെയും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരനെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരനെയും ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ചത് രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും ഈ അർത്ഥത്തിലുള്ള കൂട്ടായ പ്രവർത്തനമായിരുന്നു. 1857 നമ്മുടെ രാജ്യത്ത് നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 150ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്. 1857 ആരംഭിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആരായിരുന്നു പങ്കാളികൾ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ജനതയായിരുന്നു അതിൽ പങ്കാളികളായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ രാജ്യത്ത് സമരം ആരംഭിച്ചത്. ഈ രാജ്യത്തിന്റെ ദേശീയ സമരത്തിന്റെ മുൻനിരയിലുള്ള ആളുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ഗാന്ധിജിയെ പോലെ അബുൽ കലാം ആസാദിനെ നമുക്ക് വായിക്കേണ്ടതായി വരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ അതുപോലെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കളെ പോലെ തന്നെ ജാതിമത പരിഗണനകൾക്ക് അതീതമായി മനുഷ്യരെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള ഷൗക്കത്ത് അലിയെ പോലെയുള്ള
ധാരാളം വ്യക്തിത്വങ്ങളെ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വർഗീയ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്ത് ഏതെല്ലാം ഘട്ടങ്ങളിൽ വേരൂന്നാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം അതിനെ തടയിട്ട് നിർത്തുന്ന സൗഹൃദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുന്ന നാടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരവും നമുക്ക് നൽകുന്ന വിദ്യാഭ്യാസം അതുതന്നെയായിരുന്നു. ടിപ്പുവിന്റെ കരുത്ത് പൂർണ്ണമായിരുന്നത് പൂർണ്ണയയിലൂടെയാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കും. അതുപോലെ തന്നെ സാമൂതിരിയുടെ കരുത്ത് പൂർണ്ണമായത് കുഞ്ഞാലിമരക്കാരിലൂടെയായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കും. അതുപോലെ തന്നെ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയ നാട്ടുരാജാക്കന്മാർ ഒറ്റക്കെട്ടായിട്ടായിരുന്നു ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അധിനിവേശ ശക്തികൾ ഭിന്നിപ്പിന്റെ വിത്തുമാകുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരായ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ആക്കം കൂട്ടുന്ന സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തും ലോകത്തിന്റെ വിവിധ കോണുകളിലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ യഥാർത്ഥത്തിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതല്ലാത്ത മറുവഴിയില്ല എന്നുള്ളിടത്തിൽ നിന്നാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രം ബ്രിട്ടീഷുകാർ പ്രയോഗിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ മാത്രം ആയുധമല്ല. എന്നെല്ലാം ലോകത്ത് അധിനിവേശത്തിന് ആരെല്ലാം ഒരുമിട്ടിറങ്ങിയിട്ടുണ്ടോ എന്നും അധിനിവേശ ശക്തികൾ എടുത്തുപയോഗിച്ച ആയുധമാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ളത്. ഇന്നും നമ്മുടെ രാജ്യത്ത് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യബോധം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ കേരളീയരാണ്. കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടുകൂടി വിലയിരുത്തുന്നവരാണ് നമ്മൾ. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും കൂടി നാം മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ ഉണർത്തുന്നത്. അഥവാ മതവികാരം പരമാവധി ഉയർത്തിവിട്ടുകൊണ്ട് മതവികാരവും മതവിദ്വേഷവും വളർത്തിയെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവരുടെ അധികാരം ഈ രാജ്യത്ത് നിലനിർത്തുവാൻ പരിശ്രമിച്ചു പോകുന്നത്. ഫാഷിസത്തിന്റെ താല്പര്യമാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഫാഷിസ്റ്റുകളുടെ മാത്രം താല്പര്യമല്ല, സാമ്രാജ്യത്വത്തിന്റെ കൂടി താല്പര്യമാണ്. ഇന്നും ആഗോള സാമ്രാജ്യത്വ ശക്തിയുടെ ഭാഗത്ത് നിന്ന് ഈ ഭിന്നിപ്പിന്റെ തരം നമുക്ക് കാണാൻ കഴിയും. അഥവാ ആഗോള സാമ്രാജ്യത്വ ശക്തി അധിനിവേശത്തിന് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ഭിന്നിപ്പ് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലസ്തീൻ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒരുപക്ഷെ സാമ്രാജ്യത്വത്തിന്റെ കഴുകക്കണ്ണിന് കീഴിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു ഇസ്ലാമിക ശക്തി അധികാരത്തിലേറിയ ഒരു സാഹചര്യത്തിൽ ആ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരമേറിയ വിഭാഗത്തെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സാധിക്കാത്തത് കൊണ്ടായിരുന്നു ആ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുവാനുള്ള പരിശ്രമം സാമ്രാജ്യത്വത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത്. അവർ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിച്ചു. ഹമാസിനെയും ഫത്തഹിനെയും, അതുപോലെ തന്നെ ഷിയയെയും സുന്നിയെയും, അതുപോലെ തന്നെ ഇന്ത്യയെയും പാകിസ്ഥാനെയും. അഥവാ ഇന്ത്യക്കകത്താണ് എങ്കിൽ ഹിന്ദുക്കളെയും മുസൽമാനെയും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഭിന്നിപ്പുകൾക്ക് നേതൃത്വം നൽകുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അധിനിവേശം നടത്തുകയും ചെയ്യുക എന്ന കുതന്ത്രമാണ് എന്നും സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചു പോരുന്നത്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുത്തു നിൽക്കുവാനുള്ള കരുത ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം ചരിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ ചരിത്ര ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും വർഗീയ ശക്തികളെ നാം നേരിടേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വർഗീയതയെ പ്രതിവർഗീയത കൊണ്ട് നേരിടുക പരിഹാരമല്ല. തീവ്രവാദത്തെ പ്രതിതീവ്രവാദം കൊണ്ട് നേരിടുക പരിഹാരമല്ല. അതുപോലെ തന്നെ ഭീകരതയെ പ്രതിഭീകരവാദം കൊണ്ട് നേരിടുക എന്നത് പരിഹാരമല്ല. എന്നല്ല, ഇസ്ലാം ഇത്തരത്തിലുള്ള സാമുദായികവും അതുപോലെ തന്നെ വർഗീയവുമായ നിലപാടുകളെ കണിശമായി വിചാരണ വിധിക്ക് വിധേയമാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വർഗീയത എന്ന് ചോദിച്ചാൽ, എന്താണ് സാമുദായികത എന്ന് ചോദിച്ചാൽ, റൈറ്റ് ഓർ റോങ് മൈ കമ്മ്യൂൺ എന്ന കാഴ്ചപ്പാടാണ്. അഥവാ തെറ്റായാലും ശരിയായാലും എന്റെ സമുദായം എന്ന കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ട് സമുദായത്തെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ ആ അർത്ഥത്തിൽ സാമുദായികമായ വിഷയങ്ങൾ നേരിടുകയും ചെയ്യുന്നതിനാണ് നാം പലപ്പോഴും സാമുദായികത എന്നോ വർഗീയത എന്നോ പരാമർശിക്കാറുള്ളത്. ഇവിടെയാണ് ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകൻ വളരെ വ്യക്തമായി അത് നമുക്ക് നിർവചിച്ചു തന്നു. അഥവാ നിന്റെ കൂടെയുള്ള നിന്റെ സമൂഹത്തിനെ ധിക്കാരത്തിലും അതിക്രമത്തിലും സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വർഗീയത അല്ലെങ്കിൽ പക്ഷപാതപരമായ മനസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാമിക സമൂഹം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു മതവിശ്വാസിക്ക് ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് മാത്രമല്ല വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ മതദർശനങ്ങളിൽ നിന്നുകൊണ്ട് വർഗീയവാദിയാവുക സാധ്യമല്ല.
നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ വർഗീയതയുടെ കൊടിവാഹകന്മാരായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള ആളുകൾ ഒരിക്കലും മതപണ്ഡിതന്മാരായിരുന്നില്ല, മതബോധമുള്ള ആളുകളായിരുന്നില്ല. ചരിത്രത്തിൽ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ നമുക്കറിയാം. മുഈനുദ്ദീൻ ചിസ്തിയെ പോലെയുള്ള, ഗുരുനാനാക്കിനെ പോലെയുള്ള, ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള, അബുൽ കലാം ആസാദിനെ പോലെയുള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള, ഗാന്ധിജിയെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ മതമില്ലാത്തവരായിരുന്നില്ല. അവർ മതത്തിന്റെ വക്താക്കളായിരുന്നോ, മതഭക്തന്മാരായിരുന്നോ, പലരും മതപണ്ഡിതന്മാരായിരുന്നോ. അബുൽ കലാം ആസാദ് ഖുർആൻ വ്യാഖ്യാതാവായിരുന്നോ. ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ വ്യാഖ്യാനം വരെ നിർവഹിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ മതഭക്തി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള മക്കൾ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മതത്തെ യഥാർത്ഥത്തിൽ മതമൂല്യങ്ങളുടെ അടിത്തറകളിൽ നിന്നുകൊണ്ട് വായിച്ചെടുക്കുകയും അതിന്റെ ഗുണഗണങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും ആ വൈവിധ്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തോട് ശക്തമായി പടവരുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഗാന്ധിജിക്ക് അബുൽ കലാം ആസാദിനോട് സഹകരിക്കുവാൻ, അതുപോലെ തന്നെ അബുൽ കലാം ആസാദിന്റെ നെഹ്റുവിനോട് സഹകരിക്കുവാൻ ഒരിക്കലും അവരുടെ മതവിശ്വാസം ഒരിക്കലും അതിർവരമ്പുകൾ സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ വർഗീയതയുടെ ചരിത്രവും നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വർഗീയതയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, തീവ്രവാദത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്ര വിദ്യാഭ്യാസത്തിൽ നമുക്ക് ലഭിക്കുന്നത് മതബോധമില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ മതവർഗീയതയ്ക്ക് നേതൃത്വം കൊടുത്തത്. വി.ഡി. സവർക്കറാകട്ടെ, ഗോൾവാൾക്കറാകട്ടെ, അതുപോലെ തന്നെ ഹെഡ്ഗവാറാകട്ടെ ഒരിക്കലും മതത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല. അതുപോലെ തന്നെ മതപാണ്ഡിത്യത്തെയോ മതഭക്തിയെയോ പ്രതിനിധീകരിക്കുന്നവരല്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം മതവികാരത്തെ നാക്കാക്കിക്കൊണ്ട് അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി തേടുന്നവരായിരുന്നു എന്നും മതവർഗീയതയുടെ വക്താക്കളായി നമ്മുടെ രാജ്യത്ത് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം കൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ത്യ വിഭജിക്കപ്പെട്ട, ഒരിക്കലും നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടാൻ പാടില്ലായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടത്, സ്വാതന്ത്ര്യം ഒരു മുറിവായ ഒരു സമുദായത്തിന് അനുഭവപ്പെട്ടത്, സ്വാതന്ത്ര്യത്തിന് മുറിവുടങ്ങാതെ ഒരുപാട് ദുരന്തങ്ങൾക്ക് ഒരു സമുദായം എല്ലാ അർത്ഥത്തിലും സാക്ഷികളാകേണ്ടി വന്നത് യഥാർത്ഥത്തിൽ വിഭജനം എന്ന് പറയുന്ന ദുരന്തം സംഭവിച്ചതുകൊണ്ടായിരുന്നു. ആ വിഭജനത്തിന് വേണ്ടി സമുദായത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാദിച്ച സമുദായത്തിന്റെ പ്രതിനിധിയെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഒരിക്കലും അദ്ദേഹവും ഒരു മതത്തിന്റെ പ്രതിനിധിയോ അതല്ലെങ്കിൽ മതപണ്ഡിതനോ അതല്ലെങ്കിൽ മതഭക്തനോ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ മതപണ്ഡിതന്മാർക്ക് ഒരിക്കലും വർഗീയതയെയോ തീവ്രവാദത്തെയോ പ്രതിനിധീകരിക്കുവാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, എന്നും വർഗീയതയ്ക്കും സാമുദായികതയ്ക്കും അതുപോലെ തന്നെ തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മതബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മതവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിശ്ചിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിന്റെ ചരിത്രവും സർവത്വത്തിന്റേതാണ്, സാഹോദര്യത്തിന്റേതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുസ്വരതയെ ഇസ്ലാം ഉൾക്കൊള്ളുന്നു. നാനത്വത്തിൽ ഏകത്വം എന്ന ആശയത്തോട് ഒരിക്കലും നമുക്ക് ഏറ്റുമുട്ടേണ്ടതായിട്ട് വരുന്നില്ല. ഇസ്ലാമിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെജ്റാനിൽ നിന്ന് കടന്നു വരുന്ന ക്രിസ്തീയ പൗരോഹിത്യ സംഘത്തെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിലായിരുന്നുവല്ലോ സ്വീകരിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകന് ഒരിക്കലും ഇതര മതവിഭാഗത്തെ അക്കമടേറ്റ് ചെയ്യുന്നിടത്ത ഒരു മടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ കാണിച്ചിട്ടില്ല. മാത്രമല്ല, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. നീതിയുടെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയും നീതിയുടെ അടിസ്ഥാനത്തിൽ നിലപാട് കൈക്കൊള്ളുകയും ചെയ്യുന്ന സമീപനമാണ് ഇസ്ലാമി ഇതര സമൂഹത്തിനകത്ത് തന്നെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സത്യവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം യഥാർത്ഥത്തിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക എന്നതാണ്. നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നവരാവുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഒരുപക്ഷെ നീതി നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം. മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം. നമുക്കറിയാമല്ലോ, ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇത് യാഥാർത്ഥ്യവൽക്കരിച്ചിട്ടുണ്ട്. സ്വന്തം സമുദായത്തിന്റെ കൂടെ നിൽക്കുക എന്നതിനപ്പുറത്ത് നീതിയുടെ പക്ഷത്ത് നിലനിന്നുകൊണ്ട് ആദർശാധിഷ്ഠിതമായ നിലപാട് കൈക്കൊള്ളുക എന്നതാണ് ഇസ്ലാമിക സമൂഹം സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ 8 ആയത്തുകൾ ഒരു ജൂതന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൻസാറുകളിൽപ്പെട്ട ഒരായുധം മോഷിച്ചോ എന്നിട്ടത് സൂക്ഷിക്കുവാൻ ഒരു ജൂതനെ ഏൽപ്പിച്ചോ ഒരു ഘട്ടത്തിൽ വിചാരണ വേളയിൽ സൂക്ഷിപ്പിലേൽപ്പിച്ചിരിക്കുന്ന ജൂതന്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പ്രതിയോഗിയായ ജൂതന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അഥവാ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുകയും അഥവാ നീതിക്ക് നിരക്കാത്ത വർത്തമാനങ്ങളും സമീപനങ്ങളും സ്വന്തം സമുദായത്തിന്റെ നാളെയെങ്കിലും അത് തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇസ്ലാം വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്, എന്റെ സ്വന്തം മോള് ഫാത്തിമയാണ് കളവ് നടത്തുന്നത് എങ്കിൽ ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഈ അർത്ഥത്തിൽ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കുവാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിന് സാമുദായിക പക്ഷവാദികളാവുക സാധ്യമല്ല, വർഗീയവാദികളാവുക
തയ്യാറാവുക സാധ്യമല്ല. അതുപോലെ തന്നെ നീതിനിഷ്ഠമല്ലാത്ത നിലപാട് സ്വീകരിക്കുക സാധ്യമല്ല. മാത്രമല്ല പ്രതിയോഗിയോട് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അഥവാ പ്രതിയോഗിയോട് പോലും നിങ്ങൾ ഒരിക്കലും അന്യായം പ്രവർത്തിച്ചു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആദർശ പ്രബോധന സംഘമായി കൊണ്ട് മുന്നോട്ട് പ്രയാണം നടത്തുവാൻ വിധിക്കപ്പെട്ടവരും കൽപ്പിക്കപ്പെട്ടവരുമാണ് ഒരു ബഹുസ്വര സമൂഹത്തിലെ ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് ഞാനും നിങ്ങളും എന്ന യാഥാർത്ഥ്യബോധം നമ്മൾ വിസ്മരിച്ചു പോകരുത്, ലക്ഷ്യബോധം വിസ്മരിക്കരുത്, അഥവാ ആദർശബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അവിടെയാണ് ഈ കാലഘട്ടത്തിലെ പുതിയ പ്രവണതകൾ കൂടി നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വൈരുദ്ധ്യം, ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വൈവിധ്യം ഒരിക്കലും ഒരു ഏകശിലാ സമൂഹം എന്ന സ്വഭാവത്തിലേക്ക് ബലാത്കാരത്തോടുകൂടി മാറ്റുവാൻ എന്നെയോ നിങ്ങളെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടില്ല. വൈവിധ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ രാജ്യത്തുള്ള ജനവിഭാഗത്തെ ഒറ്റ സമുദായമാക്കുമായിരുന്നു. അഥവാ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വൈവിധ്യം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അറിവോടുകൂടിയാൽ ആ വൈവിധ്യത്തെ അല്ലാഹു അംഗീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വൈവിധ്യമാർന്ന സമൂഹത്തിനകത്ത്, ബഹുസ്വര സമൂഹത്തിനകത്ത് ഇതര മതവിഭാഗത്തോട് പാലിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ച് വരെ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യക്തമായി വിദ്യാഭ്യാസം ലഭിച്ച ഒരു സമൂഹം എന്ന നിലക്ക് ആ വൈവിധ്യത്തെ ഉൾക്കൊള്ളുവാനും അവരോട് കാണിക്കേണ്ടുന്ന മര്യാദകളും മാന്യതയും വെച്ചുപുലർത്തുവാനും ഇസ്ലാം പഠിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ ആരാധനാലയങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അഥവാ സ്വേച്ഛാധിപതികളായ അധികാരവർഗത്തിന്റെ തിട്ടൂരത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നിടത്ത് പരിരക്ഷിക്കപ്പെടേണ്ടുന്ന ആരാധനാലയങ്ങളുടെ പവിത്രതയെക്കുറിച്ച് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അഥവാ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് അള്ളാഹു പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തുള്ള ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ ചർച്ചുകൾ തകർക്കപ്പെടുമായിരുന്നു, അമ്പലങ്ങൾ തകർക്കപ്പെടുമായിരുന്നു, ഭൂതദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. അഥവാ ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ആരാധനാലയങ്ങളുടെ പവിത്രതകൾ സംരക്ഷിക്കപ്പെടണം എന്ന മൗലികമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒട്ടനവധി ഇതര മതവിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വിധികൽപ്പനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിന്റെ ആദർശാധിഷ്ഠിതമായ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഘട്ടത്തിൽ ഗവർണറായ അംർ ഇബ്നുൽ ആസിന്റെ മകൻ ഒരു ക്രിസ്ത്യാനിയെ അന്യായമായി മർദ്ദിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നു മുതലാണ് നീ അവരെ അടിമകളാക്കിയത്? യഥാർത്ഥത്തിൽ അവരുടെ ഉമ്മമാരും അമ്മമാരും അവർക്ക് ജന്മം നൽകിയത് സ്വതന്ത്രരായിട്ടാണല്ലോ. അഥവാ മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾ പരിഗണിക്കുകയും അവന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം വെച്ചുപുലർത്തുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മഹാനായ പ്രവാചകന്റെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ നമ്മുടെ മാതൃകയാരാവേണ്ടത്? ഞാൻ പറഞ്ഞു വരുന്നത് ഫലസ്തീൻ ജിഹാദിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും വികരമായ വീക്ഷണത്തോടുകൂടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഈ തെറ്റായ ചില വൈകാരികമായ അന്തരീക്ഷത്തിലൂടെ തെറ്റായ ചില വിദ്യാഭ്യാസം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ എന്റെ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രതികൂലമായ സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പ്രബോധന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് എന്ന കാര്യം നമുക്കറിയാം. ഈ പ്രതികൂലമായ സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആദർശപരമായ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഹവാസികളായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹയാത്രികരായി പലപ്പോഴും സഹകരിച്ചിരുന്നത് അമുസ്ലിം സുഹൃത്തുക്കളുമായിട്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എത്രമാത്രം മുശ്രിക്കുകളാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹയാത്രികരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നബുവത്തിന്റെ 10ാമത്തെ വർഷം ദുഃഖവർഷം എന്ന് നമ്മൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ അടിസ്ഥാനം? ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രിയ ധർമ്മിണി അഥവാ അദ്ദേഹത്തിന്റെ ഭാര്യ നമുക്കറിയാവുന്നതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വിയോഗമാണ്. രണ്ടാമത്തെ, അദ്ദേഹത്തെ അലട്ടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നം എന്താണെന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബിന്റെ വിയോഗമാണ്. അബൂ ത്വാലിബ് മുശ്രിക്കായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകന്റെ മക്കയിലുള്ള 10 കൊല്ലക്കാലത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് പ്രവാചകന് താങ്ങും തണലുമായി വർത്തിച്ചിരുന്നത് മുശ്രിക്കായ അബൂ ത്വാലിബായിരുന്നു എന്ന ചരിത്ര യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. പ്രവാചകൻ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് ഒരു ഘട്ടത്തിൽ പ്രവാചകൻ തന്റെ കുടുംബങ്ങൾ തേടിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് കൈയൊഴിഞ്ഞ് തിരിച്ചു പോരുന്ന ഘട്ടത്തിൽ അബൂ ത്വാലിബിന് ശേഷം പ്രവാചകന് മക്കയിലേക്ക് കടന്നു വരുവാനുള്ള വീണ്ടും അഭയം നൽകുവാനുള്ള ശ്രമം നടത്തിയത് അല്ലെങ്കിൽ അഭയം നൽകിയത് മുശ്രിക്കായ മുത്തഖിമായിരുന്നു എന്ന ചരിത്ര സത്യവും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ
നിങ്ങൾ ആലോചിച്ച് നോക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹിജ്റയുടെ വാർത്തയറിഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകനെ പിടികൂടുന്നവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന 100 ഒട്ടകം കിട്ടുന്നതിന് വേണ്ടി സുറാഖയെ പോലുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള വഴിത്താരകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരെ കിട്ടണം? പ്രവാചകനെ കിട്ടണം. കിട്ടിയാൽ എന്നിട്ട് പിടികൂടി കൊടുത്താൽ യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്നത് 100 ഒട്ടകമാണ്. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും വിശ്വസ്തരായ ആളുകളെ കൂടെ കൂട്ടി ഹിജ്റ പോകേണ്ടുന്ന പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കത്തിൽ നിന്ന് മദീനത്തേക്കുള്ള ഹിജ്റയിൽ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാരായണത്തിൽ അദ്ദേഹത്തിന്റെ വഴികാട്ടിയായി സ്വീകരിച്ചിരുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മുശ്രിക്കായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കറിയില്ലേ? എന്നിട്ട് പ്രവാചകൻ മക്കത്തിൽ നിന്ന് മദീനത്തെത്തിയതിനു ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് തന്റെ കുടുംബത്തെ കൂട്ടിവരുവാനുള്ള ഒരു സംഘത്തെ വിടുന്നു. ആ കുടുംബത്തെ കൂട്ടിവരുവാൻ അദ്ദേഹം അയക്കുന്നതും യഥാർത്ഥത്തിൽ ഇബ്നു ഉറൈഖത്തിനെ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും കനത്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കാത്ത സ്വസ്ഥമായ സ്വച്ഛന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലല്ല പ്രവാചകൻ ഈ നിലപാട് സ്വീകരിക്കുന്നത്. പ്രവാചകനെ വസിക്കാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഇഞ്ഞടിഞ്ഞ കുടന്മാലകൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രവാചകന് നേരെ കടുത്ത വെല്ലുവിളികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സഹകരണത്തിന്റെയും ഭഗവത്വത്തിന്റെയും ഒരു പുതിയ പാത വെട്ടിത്തെളിയിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചക കുടുംബത്തെ ബഹിഷ്കരിച്ചുകൊണ്ട് കഅബാലയത്തിൽ തൂക്കപ്പെട്ട ബഹിഷ്കരണ പത്രിക പറിച്ചു കീറിയത് ഒരിക്കലും വിശ്വാസികളുടെ സമൂഹമായിരുന്നില്ല. ഏറ്റവും അവസാനം ഞാൻ പറയും, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സമ്പന്നരായ ആളുകൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരിക്കെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുൻജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം 30 ഇടങ്ങഴി യവത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പടയെങ്കിൽ പണയപ്പെടുത്തിയിരുന്നതും ഒരു ജൂതന്റെ കൈവശമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് സംഘടനത്തിന്റെയും സംഘർഷത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ വിവേകത്തോടും കൂടി അതുപോലെ തന്നെ ഏറ്റവും നല്ല ഹിക്മത്തോടും കൂടി അതിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ നേരിടുകയും അഥവാ സഹവർത്തിത്വത്തിന്റെ പാത വെട്ടിത്തെളിയുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് നിരാകരിക്കുന്ന വർഗീയതയുടെ വിഷം വീശിക്കുന്ന അതുപോലെ തന്നെ വർഗീയതയുടെ വിത്ത് വിതയ്ക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. ഫാസിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നാണ് അത് രൂപപ്പെട്ടത് എങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഭാഗത്ത് നിന്നുകൂടി അതിനെ ആക്കം കൂട്ടുന്ന അതിന് വെള്ളവും നൽകുന്ന സമീപനം രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് വർഗീയതയെ എങ്ങനെയാണ് നേരിടേണ്ടത്? പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ കർണാടകത്തിലേക്ക് കടന്നു, അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് കടന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ അത് ശക്തിപ്പെട്ടു വരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കണം, രണ്ട് പ്രമാണം കൊണ്ട് വിശകലനം ചെയ്യണം. ഞാൻ പറയുന്നു, ഒന്നാമത് ബുദ്ധി, ഒന്നാമത് പ്രമാണങ്ങൾക്ക് നിരക്കുന്ന പ്രതിരോധ പ്രവർത്തനമല്ല നമ്മുടെ കേരളക്കരയിൽ ചില യുവാക്കളുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഒന്നാമത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത് യഥാർത്ഥത്തിൽ അത് യുക്തിഭദ്രമല്ല എന്നും ബുദ്ധിമോശമാണ് ഈ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഈ ചുറുചുറുക്കുള്ള ആത്മാർത്ഥരായ ചെറുപ്പക്കാരെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഒട്ടനവധി തവണ ഈ സമുദായം എല്ലാ അർത്ഥത്തിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉത്തരേന്ത്യ കലാപഭൂമിയായിരുന്നു. ആ കലാപഭൂമിയിൽ പലപ്പോഴും കത്തിയെറിഞ്ഞത് ഈ സമുദായത്തിലെ അംഗങ്ങളായിരുന്നു. ഈ സമുദായത്തിൽ കത്തിയെറിഞ്ഞുകൊണ്ടിരിക്കുന്ന അംഗങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പലപ്പോഴും തീവ്രവാദം ശക്തിപ്പെട്ടു പോന്നിട്ടുള്ളത്. ഏറ്റവും അവസാനം ഞാൻ പറയട്ടെ, ഗുജറാത്ത് സംഭവം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ സംഘടിക്കണം. നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. അഥവാ ഗുജറാത്തിൽ വംശഹത്യക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീവ്രമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഈ പറയപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പ് കേരളത്തിലുണ്ടായിരുന്നു. ഞങ്ങളത് വിനയത്തോടുകൂടി ചോദിക്കട്ടെ, സമുദായത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ട സംവിധാനമാണ് എങ്കിൽ യഥാർത്ഥത്തിൽ പാസ്പോർട്ടും വിസയുമില്ലാതെ അങ്ങ് കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ടായിരിക്കെ എന്തുകൊണ്ട് നോക്കുകുത്തികളെ പോലെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ പറയപ്പെട്ട ഗുജറാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട യുവാക്കൾ വികാരം കൊള്ളിക്കുമോ എന്ന് ചോദിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വളരെ ക്രിയാത്മകമായി ഗുജറാത്ത് സംഭവത്തിൽ ഇടപെട്ടോ, അഥവാ അവിടെയുള്ള പാവപ്പെട്ട ഒരു ജനതയുടെ പുനരധിവാസ രംഗത്താണ് ജമാഅത്തെ ഇസ്ലാമി ഇടപെട്ടത്. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയുന്നത് ഈ രാജ്യത്തെ മതവിശ്വാസികൾ അതിൽ ഇടപെടുന്ന കാഴ്ചയാണ്. അതിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമുണ്ട്. ഇത് ഇന്ത്യയുടെ ചരിത്രമാണെന്ന് നമ്മൾ അറിയണം, ഇത് ഇന്ത്യയുടെ പാരമ്പര്യമാണെന്ന് അറിയണം. അഥവാ ഗുജറാത്ത് വിഷയത്തെ അഥവാ ഗുജറാത്ത് സംഭവത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ കൊണ്ടുവരുവാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അത് ഇന്ത്യൻ ജനതക്കായിരുന്നുവല്ല. ഈ ഗുജറാത്തിൽ നടന്ന വംശഹത്യയുടെ
പിന്നിൽ വലിയ ആസൂത്രിതമായ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. ഈ ഗൂഢാലോചന ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് ആരാണ്? ഗോദ്രാസെക് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിയിലൂടെ സുപ്രദീപ് ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അഥവാ ഇന്ത്യ രാജ്യത്ത് ഗോദ്രാസെക് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിയിലൂടെയാണ് ഈ പറയപ്പെട്ട ആസൂത്രിതമായ ഗോത്ര കലാപത്തിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ചുരുളയുന്ന വിധത്തിലുള്ള ഏറ്റവും നല്ല ഒരു കണ്ടെത്തൽ പുറത്തു വന്നത്. ഇത് ഈ പുറത്തു കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ സുപ്രദീപ് ചക്രവർത്തിയാണ്. അതുകൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല. എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ലോകത്തിന്റെ മുഴുവൻ ദിക്കുകളിലും ഈ സന്ദേശം എത്തിച്ചേരാൻ ഒരു ഘട്ടത്തിൽ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യ വിട്ട് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള മലയാളികൾ പറഞ്ഞോ, അവിടെയുള്ള ഇന്ത്യക്കാർ പറഞ്ഞോ, ഇദ്ദേഹം ഈ രാജ്യത്തേക്ക് കടന്നു വരേണ്ടതില്ല എന്ന്. ആരാണ് രാഷ്ട്രത്തിന് പുറത്തേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്തത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാമോ? യഥാർത്ഥത്തിൽ ആനന്ദ് പട്വർദ്ധനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളാണ് ഈ സന്ദേശം ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് എത്തിച്ചു കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തീരുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ ഈ പറയപ്പെട്ട വംശഹത്യയിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് വേണ്ടി നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? ആ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ഈസ്റ്റാ സെറ്റിൽവാദ് പോലെയുള്ള സ്ത്രീകളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ പിന്നെ ഈ വെസ്റ്റ് ബേക്കറി സംഭവത്തിൽ ഫാസിസ്റ്റുകളുടെ പ്രകോപനത്തിനോ ഇരയായിട്ട് ഏതൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണോ ഈസ്റ്റ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പെൺകുട്ടി ഈസ്റ്റയെ തള്ളിപ്പറഞ്ഞപ്പോൾ പോലും സമുദായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നിയമ പോരാട്ടം നടത്തി ഈ പറയപ്പെട്ട ഗുജറാത്ത് സംഭവത്തിൽ നീതിക്ക് വേണ്ടി ശക്തമായ സമരം നടത്തിയ വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ഈസ്റ്റ എന്ന് പറയുന്ന ഈ സ്ത്രീ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആനന്ദ് പട്വർദ്ധനായാലും അതുപോലെ തന്നെ സുപ്രദീപ് ചക്രവർത്തി ആയാലും അതുപോലെ തന്നെ ഈസ്റ്റയായാലും യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു പ്രതീകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും ഇന്ത്യ രാജ്യത്ത് ഫാസിസത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഫാസിസത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ടാണ് എന്നതിന്റെ കൃത്യമായ സൂചികയാണ്, ദിശാസൂചികയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്കറിയില്ലേ, അബ്ദുറഹ്മാൻ ഗീലാനി എന്ന് പറയുന്ന പ്രൊഫസർ അബ്ദുറഹ്മാൻ ഗീലാനി ഒരു ഘട്ടത്തിൽ പാർലമെന്റ് ആക്രമണ കേസിൽ തൂക്കിലേക്ക് ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രൊഫസർ അബ്ദുറഹ്മാൻ ഗീലാനി നിരപരാധിയായിരുന്നു. ആ നിരപരാധിയാണെന്ന് വിളിച്ചു പറയുവാനും അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കുവാനും ഇന്ത്യൻ ജനതയെ ആർക്കാണ് സാധിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? നന്ദിത ഹസ്സർ എന്ന് പറയുന്ന ശുദ്ധ ബ്രാഹ്മണ സ്ത്രീയാണ് ആ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. അതിന്റെ പേരിൽ ആ സ്ത്രീ ആക്രമിക്കപ്പെട്ടു. അവരുടെ വീടിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി. പക്ഷേ ആ സ്ത്രീ ഈ പറയപ്പെട്ട നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശക്തമായ മുന്നേറ്റം നടത്തുകയുണ്ടായി. ഇന്നും കേരളക്കരയിൽ പലപ്പോഴും അഫ്സൽ ഗുരു ചർച്ചയാണ്, അബ്ദുറഹ്മാൻ ഗീലാനി ചർച്ചയാണ്. ഏറ്റവും അവസാനം ഞാൻ പറയും, അഫ്സൽ ഗുരു സംഭവം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അഫ്സൽ ഗുരുവിന് വേണ്ടി ഇന്നും രാജ്യത്ത് നിയമപരമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട നന്ദിത ഹസ്സർ എന്ന് പറയുന്ന ബ്രാഹ്മണ സ്ത്രീയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ കേരളത്തിൽ വന്നപ്പോൾ പത്രക്കാരെ ചോദിച്ചോ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം ഭീകരവാദികളുടെ കൂടെയാണോ നിങ്ങൾ കൂടിയിരിക്കുന്നത് എന്ന് പത്രക്കാർ ഒരു ഘട്ടത്തിൽ നന്ദിത ഹസ്സറോട് സോളിഡാരിറ്റി സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചപ്പോൾ അവർ ഭംഗിയായി മറുപടി കൊടുത്തു. അവർ പറഞ്ഞു, ഈ മറുപടി അഥവാ ഈ ആരോപണം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? 10 കൊല്ലങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെ ഉയർന്നു വന്ന ആരോപണമാണ് അവർ ഭീകരരാണ് എന്ന ആരോപണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് നേരെ പലപ്പോഴും സാമ്രാജ്യത്വം എടുത്തുപയോഗിക്കുന്ന ആയുധമാണ് ഭീകരത എന്ന് പറയുന്ന ആയുധം. ഇന്ന് സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്ലാമിക സമൂഹവും മുസ്ലിങ്ങളും എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിലെയും മുസ്ലിങ്ങളെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ അർത്ഥത്തിലുള്ള ആയുധം അവർ എടുത്തു പ്രയോഗിക്കുന്നത് എന്ന് അത് നിങ്ങൾക്കെങ്കിലും തിരിച്ചറിയേണ്ടതില്ലേ എന്ന് നന്ദിത ഹസ്സർ കേരളക്കരയിലെ പത്രക്കാരോട് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിലുള്ള ഒരുപാട് നന്ദിത ഹസ്സറെ പോലെയുള്ള അതുപോലെ തന്നെ ടീസയെ പോലെയുള്ള അതുപോലെ തന്നെ മേസയെ പോലെയുള്ള ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുന്ന വിവിധ മതവിശ്വാസികൾ എല്ലാ മനുഷ്യരുടെയും വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യമായ പ്രതിരോധത്തിലുള്ള ഫാസിസത്തെ തടയിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ അന്തരീക്ഷത്തെ എന്തിനാണ് ആത്മഹത്യാപരമായ ഒരു നിലപാടിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ എടുത്തെറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നത് എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്തെ പ്രസിദ്ധീയവാദികളായ ആളുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിൽ 100 കോടിയിലധികം വരുന്ന മുസ്ലിം സമുദായത്തിൽ 20 കോടിയിലധികം വരുന്ന ജനസമൂഹത്തിൽ 20 കോടിയോളമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. ഒരുപക്ഷെ പടിഞ്ഞാട്ട് തള്ളിയാൽ വീഴാത്ത അതുപോലെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു കിടക്കുന്ന വണ്ടിക്കൂലിയുള്ളവരെല്ലാം പാകിസ്ഥാനിലേക്ക് വണ്ടി കയറിയതിനു ശേഷം അവശേഷിക്കുന്ന റിക്ഷ വലിക്കുന്ന സാധാരണക്കാരനും അതുപോലെ തന്നെ ചേരിയിൽ കഴിയുന്ന കൂലിത്തൊഴിലാളിയുമാണ് ഇന്ത്യൻ മുസ്ലിം എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 8 പൊട്ടും തിരിയാത്ത അക്ഷരാഭ്യാസമില്ലാത്ത കേരളത്തിന്റെ ചിത്രം ഒരിക്കലും ഒരർത്ഥത്തിലും അനാവരണം ചെയ്യാൻ കഴിയാത്ത ജില്ലാ അർത്ഥത്തിലും ദീനതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം സമുദായത്തെ 80 കോടിയോളം വരുന്ന ഒരു ജനതയെ ശത്രുക്കളാക്കി ആ ശത്രുക്കൾക്ക് മുമ്പിൽ
എടുത്തെറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ സ്വൈരവും സ്വസ്ഥവും തകർക്കുന്ന സമീപനമാണോ ഈ സമുദായത്തിന്റെ സുരക്ഷയുടെ പേരിൽ നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടത് എന്ന വിവേകത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന സന്ദർഭം അധികരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒട്ടും കേരളത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിലാണ് ഇത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഇതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. കേരളം ഇന്ന് സാമ്രാജ്യത്വ വിരുദ്ധ വികാരം കത്തി നിൽക്കുന്ന മണ്ണാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തല്ല ലോകത്തിന്റെ ഏതേത് കോണുകളിലും സാമ്രാജ്യത്വത്തിന്റെ ഭാഗത്തിൽ നിന്ന് നടക്കുന്ന തിട്ടൂരത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിലൊന്ന് കൊച്ചു കേരളമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഇതുപോലെ വളരെ സെൻസിറ്റീവായ ഈ വിഷയത്തിൽ വളരെ ജാഗ്രതമായ ഒരു ജനത മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അർത്ഥത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ വികാരം വളർന്നുകൊണ്ടുകൊണ്ടിരിക്കുന്ന കേരളീയ സാമ്രാജ്യത്വ വിരുദ്ധ പശ്ചാത്തലത്തെയാണ് ഇപ്പോൾ വർഗീയ വികാരം ഇടത്തിവിട്ടുകൊണ്ട് ദുർബലപ്പെടുത്തുവാൻ സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ടക്കനുസരിച്ച് ഫാസിസ്റ്റുകളുടെ അജണ്ടക്കനുസരിച്ച് നമ്മുടെ ഏതാനും ചെറുപ്പക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, കേരളത്തിന്റെ മണ്ണ് അവർഗീയതയുടെ മണ്ണാണ്. ഒരൊറ്റക്കാരും മാത്രം സൂചിപ്പിച്ചാൽ എന്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ കേരളത്തിൽ ഒരുപക്ഷെ സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും ഞാൻ നിലയത്തോടുകൂടി ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ട് സംഘപരിവാറിന് 140 MLA-മാരുള്ള കേരളത്തിന്റെ നിയമസഭയിലേക്ക് ഒരാളെപ്പോഴും പറഞ്ഞുവിടാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് കേരളത്തിന്റെ പ്രബുദ്ധതയുടെ അടയാളമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിം സുഹൃത്തുക്കളുടെ അവർഗീയമായ മനസ്സാണ് എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല ഘട്ടത്തിലും ഈ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടേതായ മേലങ്കി എണീച്ചുകൊണ്ട് അകത്ത് ഫാസിസത്തെ കാത്തുസൂക്ഷിക്കുന്ന പല ബിനാമികളെയും രംഗത്തിറക്കിയപ്പോൾ പോലും കേരളത്തിലെ പ്രബുദ്ധ ജനത അവരെ തോൽപ്പിക്കുകയും എന്നിട്ട് കേരള നിയമസഭയിലേക്ക് അവരെ കടന്നു വരാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്ത ചരിത്രമാണ് യഥാർത്ഥത്തിൽ കൊച്ചു കേരളത്തിലുള്ളത്. ഈ പാരമ്പര്യം നിലനിർത്തണമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ല, കേരളത്തിൽ ഇന്നുവരെ ഈ പറയപ്പെട്ട കേരള പിറവിക്ക് ശേഷം 19 കൊല്ലക്കാലം കഴിഞ്ഞിരിക്കെ ഈ പറയപ്പെട്ടതുപോലെ കേരളത്തിന്റെ സഹവർത്തിത്വവും അതുപോലെ തന്നെ സാഹോദര്യവും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കളെ വർഗീയവൽക്കരിക്കുന്ന സമീപനം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടതുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ സ്വത്വത്തിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നത് എന്താണ്? ഒരിക്കലും കേരളത്തിലെ ഒരു ഗവൺമെന്റ് മാത്രമല്ല, മറിച്ച് കേരളത്തിലെ സാമുദായിക അന്തരീക്ഷമാണ്. എന്റെ സ്വത്ത് കൊള്ളിവെപ്പിനിരയാകാത്തത്, എന്റെ കുട്ടി ആക്രമിക്കപ്പെടാത്തത്, എന്റെ കുടുംബം സുരക്ഷിതമായി കിടന്നുറങ്ങുന്നത് ഈ കൊച്ചു കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ എന്നും നിറഞ്ഞു പോന്നിട്ടുള്ള സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, സമുദായത്തിന് വേണ്ടി ഒരു കൂട്ടർ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയതിന് ശേഷമാണ് സമുദായത്തിലും കേരളത്തിലും മുമ്പെങ്ങുമില്ലാത്ത അർത്ഥത്തിലുള്ള വെട്ടുകുറയും നടന്നിട്ടുള്ളത് എന്ന് കണക്കുകൾ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ഈ സുരക്ഷിതത്വം ഈ സമുദായത്തെ എവിടെയാണ് കൊണ്ടെത്തിക്കുക എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതൊന്നിച്ചാൽ, നമ്മൾ ജോലി ചെയ്യുന്നതൊന്നിച്ചാൽ, നമ്മൾ കച്ചവടം ചെയ്യുന്നതൊന്നിച്ചാൽ, നമ്മൾ താമസിക്കുന്നതൊന്നിച്ചാൽ നമുക്കൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിദ്വേഷത്തിന്റെയും അതുപോലെ തന്നെ വർഗീയതയുടെയും വികാരം ഒരർത്ഥത്തിലും ഒരു കൂട്ടരോടും ഉണ്ടായിട്ടില്ല. എന്റെ കുട്ടി എന്റെ മുസ്ലിം സുഹൃത്തിന്റെ കുട്ടിയുടെ കൂടെ പഠിക്കാൻ പോകുന്നു. അവന്റെ കുട്ടിയെ സ്കൂളുകളിൽ സ്ഥാപനങ്ങളിൽ നിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുപോരുന്നു. ഞാൻ വീട് വിടുമ്പോൾ എന്റെ കുട്ടിയെ അവൻ കൂട്ടിക്കൊണ്ടുവരുന്നു. ഞാനില്ലാത്ത സന്ദർഭത്തിൽ എന്റെ അമുസ്ലിം സുഹൃത്താണ് എന്റെ വീടിന്റെ കാര്യം ശ്രദ്ധിച്ചു പോരുന്നത്. ഈ അർത്ഥത്തിൽ എന്റെ കട അവൻ അടക്കുന്നു, അവന്റെ കട ഞാൻ എടുക്കുന്നു. അഥവാ ആ അർത്ഥത്തിൽ സഹകരിക്കുന്ന അതുപോലെ തന്നെ സഹവർത്തിത്വത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ആർക്കും ആരെയും സംശയത്തോടുകൂടി നിരീക്ഷിക്കേണ്ടതില്ലാത്ത ഒരു സഹവർത്തിത്വത്തിന്റെ സൗഹൃദത്തിന്റെ മണ്ണാണ് യഥാർത്ഥത്തിൽ കൊച്ചു കേരളം എന്ന് പറയുന്നത്. ഇന്നുവരെ കേരളത്തെ വർഗീയ ധ്രുവീകരണത്തിന് വിധേയമാക്കുവാൻ വർഗീയ ഫാസിസ്റ്റുകൾ കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല. ഈ ആഗ്രഹത്തെയാണ് യഥാർത്ഥത്തിൽ പ്രതിതീവ്രവാദികൾ പൂർത്തീകരിക്കാൻ പോകുന്നത് എന്നെങ്കിലും വളരെ വിനയത്തോടുകൂടി ചിന്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങൾക്കറിയില്ലേ, കേരളം അവിടെ ഹിന്ദു ഗല്ലിയില്ല, മുസ്ലിം ഗല്ലിയില്ല, ഹിന്ദു പാനിയില്ല, മുസ്ലിം പാനിയില്ല. അവിടെ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മനുഷ്യരാണ് വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരാണ് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും വിശ്വസിക്കാവുന്ന ആശയക്കുഴപ്പങ്ങളില്ലാത്ത അതുപോലെ തന്നെ അവിശ്വാസമില്ലാത്ത മണ്ണാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മണ്ണെന്ന് പറയുന്നത്. നമുക്കാർക്കും ആരുടെയും മതവിശ്വാസത്തോട് ഒരിക്കലും ഒരർത്ഥത്തിലും അസഹിഷ്ണുത തോന്നാറില്ല. മങ്കൊലി മുഴങ്ങുമ്പോൾ അമുസ്ലിം സുഹൃത്ത് അതിനോട് ആദരവ് കാണിക്കുന്നു, കൈകൊലി മുഴങ്ങുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾ അതിനോട് ആദരവ് കാണിക്കുന്നു. അതുപോലെ തന്നെ ചർച്ചിൽ നിന്ന് മണിനാഥം മുഴങ്ങുമ്പോഴും ആർക്കും അതൊരു അനാദരമായി കാണാൻ സാധിക്കാറില്ല. അമ്പലങ്ങളോടും ചർച്ചകളോടും പള്ളികളോടും ആദരവ് വെച്ചു പുലർത്തുന്ന ഒരു ബഹുസ്വര സമൂഹമാണ് യഥാർത്ഥത്തിൽ കൊച്ചു കേരളം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ
യഥാർത്ഥത്തിലുള്ള അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട് ഫാസിസത്തിന്റെ തേരോട്ടത്തിന് രംഗമൊരുക്കിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് തീവ്രവാദികൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് തിരൂരിന്റെ സ്വത്ത് തകർന്നോ, ഇന്ന് മാനാടിന്റെ സ്വത്ത് തകർന്നോ, അഥവാ നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായി നടക്കാൻ വയ്യ, നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ വയ്യ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ തലതിരിഞ്ഞ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രം വെച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുവാനുള്ള കാര്യത്തിൽ നമ്മൾ ആർജിക്കണം. സാമൂഹിക കൂട്ടായ്മയിലൂടെ ഫാസിസത്തെ ചെറുത്തുന്ന പാരമ്പര്യം ഇന്ത്യ രാജ്യത്തിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ NDA സർക്കാരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് UPA സർക്കാരിനെ അധികാരത്തിലേക്ക് ഒരു പ്രബുദ്ധത വർഗീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യക്ക് വരെ ഉണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ കേരളം അതിന്റെ മുന്നിൽ നടക്കുന്ന സംസ്ഥാനമാണ് എന്ന തിരിച്ചറിവ് നമുക്കെന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്ന് പഠിപ്പിച്ച വിശുദ്ധമേത ഗ്രന്ഥത്തിന്റെ വാക്യം നമ്മൾ എന്തുകൊണ്ടാണ് വിസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും തിന്മയും അതുപോലെ തന്നെ നന്മയും ഒരിക്കലും സമമാവുകയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ തിന്മയെ തടയിടേണ്ടത് നന്മ കൊണ്ടാണെന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകന്റെ വിദ്യാഭ്യാസമാണ്, വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വിദ്യാഭ്യാസമാണ് നാം ശിരസ വഹിക്കേണ്ടിയിരിക്കുന്നത്. തലതിരിഞ്ഞ ജിഹാദിനെ ഇന്ന് പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് മുസ്ലിം മതസംഘടനകളോട് നിങ്ങൾ ഭീരുക്കളാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭീരുത്വത്തിന്റെ കഥയൊന്നും നമുക്കധികം കേൾക്കേണ്ടതായിട്ട് വരില്ല. ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരൊറ്റ കാര്യം സൂചിപ്പിക്കട്ടെ. ഈ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ മതസംഘടനകളുടെ സമീപനം പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരക്കാർ രംഗത്ത് വന്നത്. ഇത്തരക്കാർ രംഗത്ത് വന്നുകൊണ്ട് ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് ഓപ്പറേഷനുകളെങ്കിലും നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പിന്നാണെന്താണ് സംഭവിച്ചത്, നാടാണെന്നാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ തിരൂരെന്നാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ നാദാപുരവും അതേപോലെ തന്നെ ഇപ്പോൾ തലശ്ശേരിയിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നാണ് നിങ്ങൾക്കറിയാം, ഒരു ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരനെ ഈ അർത്ഥത്തിൽ പ്രതിയോഗിയാണ് എന്ന അർത്ഥത്തിൽ തന്നെ വധിക്കുകയും അതിനുശേഷം പുന്നാണെന്ന് പറയുന്ന മണ്ണ് ഇന്ന് ഈ രാജ്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം. പുന്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വർഗീയ അന്തരീക്ഷം ശക്തിപ്പെടുകയും സാമുദായിക അന്തരീക്ഷം സൗഹാർദ്ദ അന്തരീക്ഷം തകരുകയും അതുപോലെ തന്നെ പുന്നാടിൽ നിന്ന് 10-12 കിലോമീറ്റർ ഇപ്പുറത്ത് പട്ടണത്തിൽ വരെ നിലകൊള്ളുന്ന വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളും കൊണ്ടിവെപ്പിനിരയാവുകയും ചെയ്തു. കോടിക്കണക്കിന് സമ്പത്ത് നശിക്കുന്ന അതുപോലെ തന്നെ ചെറുപ്പക്കാർ നാടുവിടേണ്ടി വരുന്ന അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തെളിക്കപ്പെടുന്ന അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൽ ഒരു മതിലിനപ്പുറത്തും ഇപ്പുറത്തും ജീവിക്കുന്നവർ സംശയത്തോടുകൂടി നിരീക്ഷിക്കേണ്ടി വരുന്ന ഈ സമുദായ സംരക്ഷണമാണോ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിശകലനം നടത്തേണ്ട കാര്യമാണ്. മാറാട് നിങ്ങൾക്കറിയില്ലേ, മാറാട് കേരളത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മുറിവായിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടിരുന്നു. ഒരുപക്ഷെ മാറാട് സംഭവത്തിന് ശേഷം 5-8 ആംബുലൻസുകളിലായി മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വർഗീയ വിഷം കീറ്റുന്ന അനൗൺസ്മെന്റിന്റെ അകമ്പടിയോടുകൂടി മൃതദേഹങ്ങൾ അഥവാ മാറാട് തീരത്തേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ ഒരുപക്ഷെ കേരളം ഒരു വിസ്ഫോടനത്തിന്റെ അന്തരീക്ഷത്തിലാണ് എന്നും കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർന്നടിയാൻ പോകുന്നുവെന്നും കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ കേരള ജനത ഒന്നടങ്കം സംയമനമായിരിക്കുകയും സോളിഡാരിറ്റി പോലുള്ള സംഘടനകൾ സൗഹാർദ്ദത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അയൽക്കൂട്ടങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളെ അകറ്റുവാനുള്ള ഫാസിസ്റ്റുകളുടെ കുതന്ത്രത്തെ മനുഷ്യ മനസ്സുകളെ പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ചെറുത്തു നിൽക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ അറിയണം, ഏറ്റവും അവസാനം മാറാടിന്റെ പര്യവസാനം എന്താണ്, മാറാടിന്റെ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? മാറാട് മനുഷ്യരുടെ തീരമായിരുന്നു. മാറാട് അമ്പലമുണ്ട്, അതുപോലെ തന്നെ മാറാട് പള്ളിയുണ്ട്. മാറാട് കുട്ടികൾ ഒന്നിച്ച് കളിച്ചോ, മാറാട്ടിലെ കുട്ടികൾ ഒന്നിച്ച് പഠിച്ചോ, മാറാട്ടിലെ കുട്ടികൾ ഒന്നിച്ച് ആഘോഷങ്ങളിൽ പങ്കുകൊണ്ട് മാറാട്ടിലെ കുട്ടികൾ പരസ്പരം സുഹൃത്തുക്കളായി. പക്ഷേ ഇന്ന് മാറാട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ അർത്ഥത്തിൽ മനുഷ്യരുടെ തീരമായിരുന്ന മാറാട് ഇന്ന് വർഗീയവാദികളുടെ തീരമായി മാറി എന്നാണ് നമുക്ക് കിട്ടിയ ഉത്തരം. അഥവാ ആ മാറാടിന്റെ തീരത്തിൽ നിന്ന് സമുദായം അടിച്ചിറക്കപ്പെടുകയും അത് ഫാസിസ്റ്റുകളുടെ കൈകളിലേക്ക് പൂ പോലെ കൈമാറുകയും സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തെളിക്കപ്പെടുകയും തുറുതുറുക്കുള്ള ചെറുപ്പക്കാർ നിരപരാധികൾ ഉൾപ്പെടെ ജയിലറകളിൽ അടക്കപ്പെടുകയും പെൺകുട്ടികളുടെ വിവാഹം വരെ മുടങ്ങുന്ന സാഹചര്യം
രൂപപ്പെട്ടു വരികയും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരും വിവാഹം നിശ്ചയിക്കപ്പെട്ടവരും കുടുംബത്തിന്റെ അത്താണികളുമായ പല ചെറുപ്പക്കാരും നിരപരാധികളായി ജയിലറകളിൽ കഴിഞ്ഞുകൂടേണ്ടി വരികയും ചെയ്തു എന്നതാണ് മാറാട് സമുദായത്തിന് കൊടുത്ത സുരക്ഷിതത്വം. അഥവാ മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷിതത്വം നിങ്ങൾ ഏൽക്കേണ്ടതില്ല എന്ന മതസംഘടനകൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടും അല്ല ഞങ്ങളത് ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് കടന്നു വന്ന പ്രതിതീവ്രവാദികൾ ഈ സമുദായത്തെ സുരക്ഷിതത്വത്തിന്റെ പേരിൽ കൊണ്ടെത്തിച്ചത് യഥാർത്ഥത്തിൽ അഭയാർത്ഥിക്കേണ്ടതായിരുന്നു എന്ന യാഥാർത്ഥ്യം മാറാടിന്റെ പശ്ചാത്തലത്തിലെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾക്കറിയില്ലേ തിരൂർ എന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. തിരൂർ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. മലപ്പുറം കാശ്മീരാണ് എന്ന് ഒരു കാലഘട്ടത്തിൽ ഉച്ചയിത്തരം പ്രഖ്യാപിക്കുകയും എന്നിട്ട് മലപ്പുറം ജില്ല രൂപീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജാഥകൾ നടത്തുകയും എന്റെ നാട്ടിലെ തന്നെ ഒരു MLA ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ MLA നിലമ്പൂർ MLA സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്നും സംഘപരിവാറിന്റെ ശബ്ദമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആ ശബ്ദത്തിന് ശക്തി പകരുകയും ചെയ്തു. ഞാൻ അതല്ല പറഞ്ഞുകൊണ്ടുവരുന്നത്. അഥവാ ആ അർത്ഥത്തിൽ സൈനിക ക്യാമ്പ് മലപ്പുറത്ത് സ്ഥാപിക്കണമെന്ന ഫാസിസ്റ്റുകളുടെ വർഷങ്ങളായുള്ള ആ ആവശ്യത്തിന് അടിവരയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഫാസിസ്റ്റുകൾക്ക് എല്ലാ അർത്ഥത്തിലും വളമേകുന്ന ഒരു നിലപാട് ഈ പ്രതിതീവ്രവാദികളുടെ ഭാഗത്തിൽ നിന്ന് തിരൂർ സംഭവിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്താണ് ഇപ്പോൾ തിരൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ബഹുമാന്യനായ അമീറിന്റെ കൂടെ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുവാൻ ഒരു ഘട്ടത്തിൽ ഞാനും പോയിരുന്നു. അഥവാ വെട്ടേറ്റ് കിടക്കുന്ന ആളുകളുടെ അടുത്ത് ഞങ്ങൾ പോയി. ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് സംഘപരിവാറിന്റെ ഒരു സുഹൃത്ത് വെട്ടേറ്റ് കിടക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് നല്ല ചുറുചുറുക്കുള്ള ഈ പറയപ്പെട്ട സംഘപരിവാറിന്റെ വക്താക്കൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 5-8 പേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിതീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന NDF സുഹൃത്ത് വെട്ടേറ്റ് കിടക്കുന്ന അവിടത്തേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ NDF സുഹൃത്തിന്റെ കൂടെയും 5-8 NDF പ്രവർത്തകരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരാരും നോക്കാനില്ലാത്ത 4 പേരെ കണ്ട്. അതിൽ ഒന്ന് ഗൾഫിൽ കുറച്ചു കാലം കഴിഞ്ഞ് എന്നിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി മദ്രസാധ്യാപകനായി ജീവിക്കുന്ന ഒരു പാവം അധ്യവേശകനായ ഒരു മനുഷ്യൻ, ഒരു മദ്രസാമുവല്ലേ. രണ്ടാമതായി ഞങ്ങൾ കണ്ടത് ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, ഹോട്ടലിൽ സപ്ലൈ ജോലിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. രാവിലെ പള്ളിയിലേക്ക് പോയപ്പോൾ വെട്ടേറ്റ ഒരു സുഹൃത്ത്. മറ്റൊരുത്തൻ അവരെ അന്വേഷിച്ചു വന്നപ്പോൾ അന്വേഷിച്ചവരെ കിട്ടാതായപ്പോൾ ഒരു മാനസിക രോഗിക്കാണ് വെട്ടേറ്റിയിരിക്കുന്നത്. അദ്ദേഹവും അവിടെ കിടക്കുന്നുണ്ട്. അവരെ നോക്കാൻ ഒരു തീവ്രവാദിയുമില്ല. അവരെ നോക്കാൻ അവരുടെ കുടുംബങ്ങൾ മാത്രമാണുള്ളത്. നിരാലംബരായ ഒരു കുടുംബം. ഞാൻ പറഞ്ഞു വരുന്നത് അഥവാ സമുദായത്തിന്റെ സുരക്ഷയുടെ പേരിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ സ്വന്തം അനുയായികളെ സംരക്ഷിക്കുകയും അവസാനം സമുദായത്തെ വഴിയാധാരമാക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. അത് ശരിയല്ല എന്നതിനപ്പുറം ഇതിനപ്പുറത്തുള്ള ശരികേടുകളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ അന്വേഷിക്കാം. തലശ്ശേരിയിൽ ഫസൽ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അവരുടെ പാർട്ടി പ്രവർത്തകൻ വധിക്കപ്പെട്ടിരുന്നു. അവർ പ്രക്ഷോഭം നടത്തിയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു. സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നല്ല ഏറ്റിരിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തെ വെട്ടിയിരിക്കുന്നത് അതിനപ്പുറത്തുള്ള ഈ രാജ്യത്തെ ഭരണകക്ഷിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഭരണകക്ഷിയുമായി അലയൻസിലായിട്ടാണ് ഈ ജിഹാദ് നടക്കുക. ജിഹാദിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ബന്ധം യഥാർത്ഥത്തിൽ അങ്ങ് അള്ളാഹുവുമായിട്ട് മാത്രമല്ല അധികാര കേന്ദ്രങ്ങളുമായിട്ടും അതുപോലെ തന്നെ കാണാ ചരടുകളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ജിഹാദ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അധികാരവർഗത്തെ പ്രകോപിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഫസൽ എന്ന് പറയുന്ന സ്വന്തം പാർട്ടി പ്രവർത്തകൻ വധിക്കപ്പെട്ടതിനെതിരെയുള്ള പ്രക്ഷോഭം ഇപ്പോൾ ആളിത്തടുത്തിരിക്കുന്നു. ആരും പ്രക്ഷോഭരംഗത്തില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇവർക്ക് സമുദായത്തെ വീരുകൾ എന്ന് പറയാൻ കഴിയുക? ഈ ഒരു പട്ടണത്തിൽ തന്നെ സംഭവിച്ച ഒരൊറ്റ സംഭവം ഞാൻ വിശദീകരിക്കുകയാണ്. അഥവാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രവർത്തകരെ പലപ്പോഴും ഇവർ ഭീരുക്കളെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഒരു സഹോദരിയും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉമ്മയും വൈകുന്നേരമാകുമ്പോൾ ഓടി വരുന്നുണ്ട്. അഥവാ ഭാര്യയുടെ കൈപിടിച്ച് സ്വന്തം പങ്കുകളുടെ കൈപിടിച്ച അതുപോലെ തന്നെ ഉമ്മാന്റെ കൈപിടിച്ച. എന്നിട്ട് നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞു, തൽക്കാലം ഇവരിവിടെ നിൽക്കട്ടെ, അളിയ ഞാനൊന്ന് പോകട്ടെ. അപ്പോൾ അളിയനോട് ചോദിച്ചു, എങ്ങോട്ടാണ് അളിയൻ പോകുന്നത്? ഒന്നുമല്ല, ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അല്പം വിട്ടു നിൽക്കാൻ തീരുമാനിച്ചോ. അളിയൻ കൈ നിർത്തിയിട്ട് കൈ നീട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചോ, ഇതാണോ നിങ്ങൾ സമുദായത്തിന് കൊടുക്കുന്ന സംരക്ഷണം? സ്വന്തം ഭാര്യയെയും സ്വന്തം ഉമ്മയെയും സുരക്ഷിത കേന്ദ്രത്തിൽ ഏൽപ്പിച്ച് ഒരു സമുദായത്തെ മൊത്തം ശത്രുക്കളുടെ കൊലക്കത്തിക്കെറിഞ്ഞു കൊടുത്ത രാത്രിയുടെ ഇരുളിന്റെ മറവിൽ ഓടി രക്ഷപ്പെടുന്ന സമരമാണോ, ജിഹാദാണോ നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അടിയൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അടിയാ മിണ്ടല്ലേ, ഞാൻ തൽക്കാലം ഇപ്പോൾ പോയിക്കൊള്ളട്ടെ എന്നാണ് ഈ പറയപ്പെട്ട വിപ്ലവകാരിക്ക് പറയാനുണ്ടായിരുന്ന മറുപടി. അഥവാ ഒരു സമുദായത്തെ എല്ലാ അർത്ഥത്തിലും അഭയാർത്ഥി ക്യാമ്പിലേക്കും ഒരു സമൂഹത്തെ അരാജകത്വത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന സായുധപോരാട്ടമാണ് ഇന്ന് നമ്മുടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അവരുടെ വിവരക്കേടുകൊണ്ട് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ആദർശത്തിന്റെയും പ്രമാണത്തിന്റെയും പിൻബലം ഇവർക്കില്ല എന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത് അനുവദിക്കുന്നില്ല, പ്രവാചകന്മാർ
നബിമാരുടെ അധ്യാപനങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്നല്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് ഇവർക്ക് ഇത് ന്യായീകരിക്കുക സത്യമല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, മതസംഘടനകൾ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല നാസ ജമീഅ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, അഥവാ ഒരു വ്യക്തിയെ വധിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ വധിക്കുന്നതിന് സമാനമാണ് എന്നും, അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ജീവിക്കാൻ അനുവദിക്കുന്നത് ഒരു ജനതയെ മുഴുവൻ ജീവിക്കുന്നതിന് സമാനമാണ് എന്നുമുള്ള ഉജ്ജ്വലമായ ആശയം ലോകത്തിൽ മുന്നോട്ട് വെച്ച ദർശനമാണ് ഇസ്ലാം എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലഖദ് കറംനാ ബനീ ആദം വഅമൽനാഹും ഫിൽ ബർരി വൽ ബഹ്രി എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പഠിപ്പിക്കുന്ന മനുഷ്യനെ അഥവാ ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അള്ളാഹു ആദരിച്ചിരിക്കുന്ന ആദമിന്റെ മക്കളോട് അനാദരവ് കാണിക്കുവാൻ അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് അള്ളാഹു ഒരിക്കലും അനുവാദം നൽകിയിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകരോട് മക്കയിലുള്ള തന്റെ പ്രബോധന കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിരന്തരമായ ബുദ്ധിമുട്ടുകളുടെയും വഴിയൊരുക്കിയ പ്രവാചകന്റെ പ്രതിയോഗികൾ ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഫത്ഹ് മക്കയുടെ സന്ദർഭത്തിൽ പറഞ്ഞത്, ഇദ്ഹബൂ അൻതും മുസ്തലഖാ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പഠിപ്പിച്ച, അഥവാ ഒരു ജനതയെ കൊന്നൊടുക്കാനോ ഒരു ജനതയോട് വാളെടുക്കാനോ അല്ല, ഒരു ജനതയുടെ മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് ആദർശ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് മാനസികമായ പരിവർത്തനത്തിലൂടെ സാമൂഹ്യ പരിവർത്തനത്തിന് രംഗമൊരുക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഒരു ജനതയ്ക്ക് നിർവഹിക്കുവാനുള്ളത് എന്ന പ്രവാചക പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രബോധന കർമ്മത്തിലൂടെ സാക്ഷ്യം വഹിച്ചുവെന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർക്ക് എവിടെ നിന്നാണ് വാളുകൊണ്ട് സംസാരിക്കുവാനുള്ള ആർജവം ലഭിച്ചത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ നാളേയത്തേക്ക് കടന്നു ചെല്ലാത്ത, എന്താണ് ഇസ്ലാം എന്ന് അറിഞ്ഞുകൂടാത്ത, അഥവാ കുടിയും പിടിയുമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീർണതകളെയും അന്ധവിശ്വാസങ്ങളെയും ശിരസ വഹിച്ചിരിക്കുന്ന ഒരു സമുദായത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഇതര ജനവിഭാഗത്തോട് ഇസ്ലാമിന്റെ വെല്ലുവിളിച്ചം പകർന്നു കൊടുക്കേണ്ടുന്ന ചരിത്രപരമായ ദൗത്യം നിർവഹിക്കുന്നതിന് പകരം വാളുകൊണ്ട് സംസാരിക്കുന്ന, അതുപോലെ ബോള് കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന, അതുപോലെ തന്നെ മണവാളുകൊണ്ടും മുളകുപൊടി കൊണ്ടും വിപ്ലവം സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുവത യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് അപകടമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ലാത്ത ഒരു അനുവാദം എവിടെ നിന്നാണ് ഇവർക്ക് വഹിയായിട്ട് ലഭിച്ചത്? ചരിത്രത്തിലെ പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു അനുവാദം എവിടെ നിന്നാണ് ഇവർക്ക് അനുവാദമായി ലഭിച്ചത്? ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ആര് എന്ന ചോദ്യത്തിന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ചരിത്രത്തിൽ പ്രവാചകന്മാരാണ് എന്ന്. ആ പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവർ ഭീരുക്കളായതുകൊണ്ടല്ല പ്രതിരോധിക്കാതെ പോയത്. യഥാർത്ഥത്തിൽ സായുധ പ്രതിരോധത്തിന് വ്യക്തികൾക്ക് ഇസ്ലാം അനുവാദം നൽകാത്തത് കൊണ്ടാണ് എന്ന ചരിത്ര സത്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലൂടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ പ്രബോധന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അബൂജഹലിന്റെയും അതുപോലെ തന്നെ ഉമയ്യത്തിന്റെയും ഒക്കെ കാട്ടവാറടികൾ കൊണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന യാസർ കുടുംബത്തെയും അമ്മാർ കുടുംബത്തെയും അതുപോലെ തന്നെ സുമയ്യ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ചും പ്രവാചകൻ കേൾക്കുന്നത്. ഒരു ഘട്ടത്തിൽ മുഖ്യാവയവത്തിലൂടെ ചുട്ടുപഴുത്ത കമ്പി കുത്തിക്കയറ്റുന്ന അതിക്രൂരമായ നിഷ്ഠൂരമായ പരീക്ഷണത്തിന് ഇസ്ലാമിലെ വനിതകളെ വിധേയമാക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വീടിനടുത്തുകൂടി നടന്നു പോകുമ്പോൾ ഈ നിലവിളി കേൾക്കുന്ന പ്രവാചകൻ അഥവാ വേഷത്തിന്റെ ഭാഗമായി കയ്യിൽ ആയുധമുള്ള പ്രവാചകൻ ഭീരുമായതുകൊണ്ടെന്ന സുഹൃത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ യാസർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് ഭീരുത്വമല്ല, ആദർശ പ്രബോധനത്തിന്റെ പാതയിലെ ആദ്യപടി പിന്നിടുന്ന സാഹചര്യത്തിൽ രക്തസാക്ഷികളെ ശ്രദ്ധിച്ചുകൊണ്ടും പ്രതികൂലമായ സാഹചര്യത്തെ നേരിട്ടുകൊണ്ടും പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ചരിത്ര വിദ്യാഭ്യാസമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തീർന്നോ, ഒരു ഘട്ടത്തിൽ ഹബ്ബാബ് വരുന്നു, അതുപോലെ തന്നെ ബിലാൽ വരുന്നു. ബിലാലിന്റെ ശരീരത്തിലാകെ ചട്ടവാറടിയുടെ പാടുണ്ട്, ഹബ്ബാബിന്റെ നെറ്റിത്തടത്തിൽ ചുട്ടുപഴുത്ത ഇരുമ്പുകൾ പഴുപ്പിച്ചു വെച്ച പാടുണ്ട്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സമ്പന്നന സമൂഹത്തിലുള്ള സമ്പത്തിന്റെ പേരിലുള്ള അംഗീകാരം ചോർന്നുപോയ വർത്തമാനം പറയാനുണ്ട്. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അവർ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, അലാ തദുബുലനായ റസൂലല്ലാഹ്, അലാ തസ്തൻസുറുലനായ റസൂലല്ലാഹ്. അവർക്ക് ഏറുപടക്കം കിട്ടാത്തത് കൊണ്ടോ, അവർക്ക് ആയുധമെടുക്കാൻ കഴിയാത്തത് കൊണ്ടോ, അവർക്ക് വാൾ ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലല്ലോ സുഹൃത്തുക്കളെ, മറിച്ച് അവർ പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം
സഹായം ചോദിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ധൃതി കാണിക്കരുത്, നിങ്ങൾ ധൃതി കാണിക്കരുത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബസ്സാഉ വൽ ളറാ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ്. ചരിത്രത്തിൽ ഒരുപാട് ജനത കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരോടാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? ഇസ്ലാമിക പ്രബോധനത്തിന്റെ പാതയിൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ച ഒരു ജനതയെ മുന്നിൽ നിന്നിട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്തുന്നത്. അഥവാ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു കളയാമെന്ന് വിചാരിക്കുന്നുവോ? ബിലാലിനോട് ചോദിക്കുന്നു, ഖബ്ബാബിനോട് ചോദിക്കുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ചോദിക്കുന്നു. ചരിത്രത്തിൽ കണ്ടിട്ട പരീക്ഷണങ്ങളെ അതിജീവിക്കാതെ, അതുപോലെ തന്നെ എന്നിട്ട് വിറപ്പിക്കപ്പെടാതെ, എന്നിട്ട് അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് ലഭിക്കുക എന്ന അട്ടഹാസത്തോടുകൂടി ആവശ്യപ്പെടാത്ത ഒരു ജനതയും കഴിഞ്ഞു പോയിട്ടില്ല. അത്തരത്തിലുള്ള പരീക്ഷണത്തിന്റെ തീച്ചൂളകളിൽ കടഞ്ഞെടുക്കപ്പെടാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനത്തെ ചെവിക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടില്ലേ? ഈ അർത്ഥത്തിൽ ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിക്കാത്ത ഒരു സമയത്തെ കുറിച്ചാണ് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മാത്രമാണോ? അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, അപ്പക്കൂട്ടരെ ബദർ നടന്നില്ലേ, അപ്പക്കൂട്ടരെ ഉഹുദ് നടന്നില്ലേ? നടന്നിരിക്കുന്നു സുഹൃത്തെ, ബദർ നടന്നിരിക്കുന്നു, ഉഹുദ് നടന്നിരിക്കുന്നു. ഇസ്ലാമിന്റെ ആയത്തുകളെയും അടിസ്ഥാനങ്ങളെയും പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. ബദർ നടത്തിയത് പ്രവാചകൻ എന്ന വ്യക്തിയല്ല, അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹം എന്ന ഒരു സംഘടനയല്ല. അതിനപ്പുറത്ത് മദീന രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിലാണ് യുദ്ധം നടക്കുന്നത് എന്നുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിനൊരു ഡിഫൻസ് വകുപ്പുള്ളതുപോലെ മദീന പട്ടണത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് അടിത്തറവാങ്ങി രാഷ്ട്രനായകന്റെ നേതൃത്വത്തിൽ ആ രാഷ്ട്ര സംവിധാനത്തിനകത്തിൽ നിന്നുകൊണ്ട് നടന്ന രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ ബദറും ഉഹുദും എന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാളെടുത്ത് വ്യക്തിക്ക് വെട്ടാനും വ്യക്തിക്ക് ഹത്യ നടത്തുവാനും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അഥവാ ഒരു രാഷ്ട്രത്തിന്റെ അടിത്തറവാകുന്നത് വരെ പ്രവാചകൻ ക്ഷമിക്കുകയും ഒരു രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് അപകടം വരുത്തുന്ന സമീപനം മക്കയിലെ മുശ്രിക്കുകളുടെ ഭാഗത്തിൽ നിന്നും നിരന്തരമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ മാത്രം ആയുധമെടുക്കുകയും ചെയ്ത പ്രവാചകനെയാണ് ചരിത്രത്തിൽ നിങ്ങൾ കണ്ടെത്താൻ കഴിയുക. ഒരുപാട് പ്രവാചകന്മാർക്കിടയിലേക്ക് എടുത്തെറിയപ്പെട്ടോ, ഒരുപാട് പ്രവാചകന്മാർ ശരീരത്തിലെ മാംസമായ ഭാഗങ്ങൾ ഇരുമ്പിന്റെ ചീർപ്പിനാൽ വാർത്തെടുക്കപ്പെട്ടോ, ഒരുപാട് പ്രവാചകന്മാർ നെടുകെ പിളർത്തപ്പെട്ടോ. എന്നിട്ടും എന്തുകൊണ്ട് പ്രവാചകന്മാർ ഭീരുക്കളായി അതിന് നിന്നുകൊടുത്തു എന്ന് ചോദിച്ചാൽ അതാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയുധം എടുത്തിട്ടുണ്ടോ? അധികാരത്തിന്റെ പിൻബലത്തോടുകൂടിയാണ് എടുത്തിട്ടുള്ളത് എന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ആളുകൾ പലപ്പോഴും നമ്മളെ പാവപ്പെട്ട ചെറുപ്പക്കാരെ വീഴ്ത്താറുള്ളത് വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതിയിട്ടില്ലേ? നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങളും യുദ്ധം ചെയ്യണം. ഇത്താരിന്റെ എത്ര ആയത്തുകളാണ് അത് ഈ ഭീരുക്കളായ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർത്തു നിർത്തരുത്, എന്നിട്ട് മുന്നോട്ട് പോകണം. ഇത്താരിന്റെ ആയത്ത് മാത്രമല്ലല്ലോ, അത്താരിക്ക് വസാരിക്കത്ത് പത്തു ഐതിഹ്യമ അഥവാ കട്ടവന്റെയും കട്ടവരുടെയും കൈമുറിക്കണം എന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ലേ? അതുപോലെ തന്നെ വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും 100 അടി വീതം അടിക്കണം എന്നതും ഖുർആനിൽ പറഞ്ഞതല്ലേ? സക്കാത്ത് പിടിച്ചെടുക്കണം എന്നതും ഖുർആനിൽ പറഞ്ഞതല്ലേ? ഏതേത് മഹലിലാണ് യഥാർത്ഥത്തിൽ ഒരു വകുപ്പ് പള്ളി പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് പള്ളി സെക്രട്ടറി, അത് കഴിഞ്ഞിട്ട് മടവാളുമായിട്ട് മറ്റൊരാൾ കട്ടവന്റെ കൈ മുറിക്കാൻ, മറ്റു ഭാഗത്ത് ഈർച്ചവാളുമായിട്ട് ഒരു കൂട്ടം കല്ലുമായിട്ട് വേറൊരാൾ എറിഞ്ഞു കൊല്ലാൻ അല്ലെങ്കിൽ 100 അടി അടിക്കുവാൻ, അതും കഴിഞ്ഞിട്ട് സക്കാത്ത് പിടിച്ചെടുക്കാൻ വേറൊരു വകുപ്പ്. ഏതേത് മഹലിലാണ് നമുക്കത് കണ്ടെത്താൻ സാധിക്കുക എന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ കള്ളന്മാരില്ലാഞ്ഞിട്ടല്ലോ, വ്യഭിചാരിണികളില്ലാത്തതുകൊണ്ടല്ലോ, മറിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അഥവാ ഇസ്ലാമിന് ചില സിവിൽ നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രിമിനൽ നിയമങ്ങളുണ്ട്. ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് വ്യക്തിയല്ല, ഭരണകൂടമാണ്. കട്ടവന്റെ കൈമുറിക്കാത്തതുപോലെ, അതുപോലെ തന്നെ വ്യഭിചാരിയെ 100 അടി അടിക്കാത്തതുപോലെ യഥാർത്ഥത്തിൽ യുദ്ധത്തിനുള്ള അനുവാദവും ഇസ്ലാം വ്യക്തികൾക്ക് അനുവദിക്കുന്നില്ല എന്നും ഒരു രാഷ്ട്രത്തിന്റെ പിൻബലത്തിലാണ് അത് അരങ്ങേറേണ്ടത് എന്നുമുള്ള വ്യക്തമായ വിദ്യാഭ്യാസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, തിരികൊളുത്തുവാൻ എല്ലാവർക്കും എളുപ്പമാണ്. സഹവർത്തിത്വത്തിന്, സാഹോദര്യത്തിന്, മാനത്വത്തിന്റെ ഏകത്വം എന്ന ഉജ്ജ്വലമായ ആശയത്തിന് ഒരുപക്ഷെ തീ പടർത്തുവാൻ ഒരുപക്ഷെ ഇത് അവിവേകിക്കും സാധ്യമാണ്. പക്ഷേ പിന്നീട് എത്ര വിവേകികൾ ഉണ്ടായാലും അത് അനക്കുവാൻ സാധ്യമല്ല എന്ന ചരിത്ര വിദ്യാഭ്യാസവും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ടോ? നമ്മുടെ ആദർശ പ്രബോധനം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഭീകരതയുടെയും തീവ്രവാദ
തീവ്രവാദത്തിന്റെയും മുദ്രയാക്കി അരിക്കാക്കാൻ ശ്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ദർശനത്തിന്റെ കാരുണ്യത്തിന്റെയും വിമോചനത്തിന്റെയും മുഖം കേരളീയ സമൂഹത്തിലേക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ എത്തിക്കുവാൻ നമ്മൾ കരുത്ത് കാണിക്കുന്നുണ്ടോ? എങ്കിൽ നാം ജാഗ്രത പാലിച്ചുകൊണ്ട് ഫാഷിസത്തെ ചെറുക്കുന്നത് പോലെ തന്നെ പ്രതിഫാഷിസത്തെ വർഗീയതയെ ചെറുക്കുന്നത് പോലെ തന്നെ പ്രതിവർഗീയതയെ തീവ്രവാദത്തെ ചെറുക്കുന്നത് പോലെ തന്നെ പ്രതിതീവ്രവാദത്തെ ചെറുക്കുവാനുള്ള ചങ്കൂറ്റം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പാവപ്പെട്ട നിസ്വാർത്ഥരായ ചുരുക്കുള്ള യുവാക്കളെ സ്വകാര്യത്തിൽ വിളിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നു, വർഗീയതയ്ക്ക് ഒരിക്കലും മതമില്ല. ഒരു പക്ഷേ തുടക്കത്തിൽ മതമുണ്ടാകാം, പക്ഷേ മുന്നോട്ട് പോയാൽ അതിന് മതമില്ല. അതിന് മതമുണ്ടായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും നല്ല ഹൈന്ദവ മതഭക്തനായിരുന്നുവല്ലോ ഗാന്ധിജി. ഗാന്ധിജി എന്ന് പറയുന്ന ഹൈന്ദവ മതഭക്തനായ ഗാന്ധിജിക്ക് നേരെ ആദ്യമായിട്ട് വെടിയുതിർത്തതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹൈന്ദവ ഫാസിസ്റ്റുകളായിരുന്നു. നാഥുറാം ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ മതഭക്തനായ ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് ഉതിർത്തുവെങ്കിൽ യഥാർത്ഥത്തിൽ മതത്തിന് അല്ലെങ്കിൽ വർഗീയതയ്ക്ക് മതമുണ്ടായിരുന്നുവെങ്കിൽ ആ വെടിയുണ്ട ഗാന്ധിജിയുടെ നെഞ്ചിൽ തുളച്ചു കയറുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വർഗീയതയ്ക്ക് മതമില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അത് മാഫിയാവൽക്കരണത്തിലേക്കാണ് എത്തിപ്പെടുക. ഒരുപക്ഷെ നാഥുറാം ഗോഡ്സെയുടെ തോക്കിന്റെ കുഴിയിൽ നിന്ന് ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കുന്ന വേഗതയേക്കാൾ വേഗത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിതീവ്രവാദികളുടെ കൈകളിൽ നിന്ന് മുസ്ലിം സമുദായം രക്ഷപ്പെടാത്ത സാഹചര്യം രൂപപ്പെട്ടിട്ടില്ലേ? നിങ്ങൾക്കറിയില്ലേ, സലീം ഹമദാനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവരുടെ ഇമാം കൗൺസിലിൽ നിന്ന് രാജിവെച്ചിട്ട് അദ്ദേഹം കൂറുമാറിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറാറുണ്ട്, ഒരു കൂറുമില്ലാതെ ഇട്ടൊഴിഞ്ഞു പോകാറുമുണ്ട്. അത് കേരളത്തിലെ മതസംഘടനകളിൽ നിത്യസംഭവമാണ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ അതാണ് ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ പേരിലൊക്കെ വാളുകൊണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചാൽ എന്താണ് കേരളത്തിന്റെ അന്തരീക്ഷം? അഥവാ സലീം ഹമദാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇമാം കൗൺസിലിൽ നിന്ന് പുറത്തു പോയപ്പോൾ അദ്ദേഹത്തോട് ഇവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? വാളുകൊണ്ടാണ് പ്രതികരിച്ചത്. നിങ്ങൾക്കറിയാം, യഥാർത്ഥത്തിൽ മുസ്ലിമും വെട്ടിയാൽ അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, പരസ്പരം സംഘട്ടനത്തിലാണ് എങ്കിൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ് എന്നും അങ്ങനെ വധിക്കാൻ അനുവാദമില്ല എന്നും ഈ പറയപ്പെട്ട പ്രമാണങ്ങൾക്കപ്പുറമൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമല്ലേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം. ശത്രുക്കളുടെ അടുക്കിലേക്ക് പോകുന്ന സംഘത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാറുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ? നിങ്ങൾ മരത്തിന്റെ കമ്പ് വെട്ടരുത്, നിങ്ങൾ മൃഗങ്ങളെ വെറുതെ വേട്ടയാടരുത്. എന്നിട്ട് പ്രവാചകൻ പറയാറുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങൾ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമല്ലേ നമ്മുടെ സമൂഹം. എന്നിട്ടോ യഥാർത്ഥത്തിൽ സലീം ഹമദാനിയെ വെട്ടി, അതുകൊണ്ട് നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെയും വെട്ടി. ശത്രുവിനെ പോലും സ്ത്രീകളെ വെട്ടരുത് അല്ലെങ്കിൽ ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ പ്രതിതീവ്രവാദികൾക്ക് വിവേകത്തിന്റെ കണ്ണ് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അഥവാ ഇത്തരത്തിലുള്ള തീവ്രവാദം പിന്നീട് ഈ അർത്ഥത്തിലാണ് വികസിച്ചു വരിക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ തെരുവിന്റെ സ്വത്യം, നമ്മുടെ നാടിന്റെ സ്വത്യം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ സാമർത്ഥ്യം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഈ അർത്ഥത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ചെറുപ്പക്കാരുമായി സംവദിക്കുവാനും ചെറുപ്പക്കാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. മതങ്ങൾക്കിടയിൽ സംവാദം നടക്കണം, സംസാരം നടക്കണം. ഇസ്ലാമിക പ്രസ്ഥാനം ജനാധിപത്യ സംവിധാനത്തിൽ അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ പാത അനുധാവനം ചെയ്തുകൊണ്ട് അഥവാ സഹവർത്തിത്വത്തിന്റെയും സാഹചര്യത്തിന്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള സ്ഥലങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സംവാദങ്ങൾ, ആരോഗ്യകരമായ ആത്മീയ സംവാദങ്ങൾ മതസമൂഹത്തിനിടയിൽ സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം. ഞാൻ പറയുന്നു, മതസമൂഹം അവരുടെ വാതായനങ്ങൾ തുറന്നിടേണ്ടതുണ്ട്, തെറ്റിദ്ധാരണകൾ അകറ്റേണ്ടതുണ്ട്. ആയുധം കൊണ്ട് സംസാരിക്കുന്നതിന് പകരം ആശയത്തിന്റെ ചിന്തബലത്തിൽ പരസ്പരം സംസാരിക്കുവാൻ അവർ സന്നദ്ധമാകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, ഇതര മതസംഘടനകൾ എന്ന മുസ്ലിം മതസംഘടനകൾ ഒറ്റക്കെട്ടായി ജാഗ്രത പാലിക്കേണ്ടുന്ന അപകടകരമായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നടത്തിയത്. അഥവാ നേരത്തെ ഇവിടെ ഉണർത്തപ്പെട്ട കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പറയുന്നു, ഈ അർത്ഥത്തിൽ ഇസ്ലാമിക ആദർശത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് മുതലാളിത്ത സാമ്രാജ്യത്വത്തിനെതിരും അതുപോലെ തന്നെ ഫാഷിസത്തിനെതിരും മുതലാളിത്ത സാമ്രാജ്യത്വത്തിന്റെ ഉപോൽപ്പന്നമായ ഫാഷിസത്തിനെതിരും ഒറ്റക്കെട്ടായുള്ള പോരാട്ടത്തിന്റെ സമയമായിരിക്കുന്നു എന്നും ആ പോരാട്ടത്തിന്റെ പാതയിൽ ഒരു പുതിയ വഴിത്താര വെട്ടിത്തെളിയിക്കുവാൻ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ദൈവാനുഗ്രഹത്താൽ സാധിച്ചിരിക്കുന്നുവെന്നും നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ യുവത്വത്തെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ ദൈവമാർഗത്തിൽ നൽകുവാൻ സന്നദ്ധമാണ് എങ്കിൽ ഈ ആരോഗ്യകരമായ, ഈ ജനാധിപത്യപരമായ ഈ ആദർശ പോരാട്ടത്തിന്റെ പാതയിലേക്ക് നിങ്ങൾ നൽകേണ്ടതുണ്ട് എന്നുമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. മതസമുദായ സംഘടനകളിൽ നിന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും നല്ല അന്തരീക്ഷം രൂപപ്പെട്ടു വന്നപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാവരുടെയും അവബോധത്തിന്റെ അതുപോലെ തന്നെ ഉത്ബോധനത്തിന്റെ ശക്തമായ പ്രചരണത്തിന്റെ ഭാഗമായി ഈ കേരളക്കരയിലെ മനുഷ്യമക്കൾ ഒന്നടങ്കം വലത്തോ
ചിലപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ അഥവാ ഇടത്തോട്ട് കേരളത്തെ തിരിക്കേണ്ടുന്ന ഒരു വിഭാഗം ഇങ്ങ് വലത്തോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുപോലെ തന്നെ മതസമുദായം ജാഗ്രത പാലിക്കുകയും തീവ്രവാദത്തെ ചെറുക്കുകയും സ്വന്തം അനുയായികളെ ആദർശത്തിന്റെ പടച്ചട്ടയണിഞ്ഞ് ആദർശ പ്രബോധന രംഗത്ത് അണിനിരത്തുകയും ചെയ്യേണ്ടുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ മതസംഘടനകൾ പരസ്പരം കൊണ്ട് വൈകൃതങ്ങളെ പ്രബോധനം ചെയ്യുന്ന ഏറ്റവും വലിയ ദുര്യോഗത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നിട്ട് ഞങ്ങളോട് പലപ്പോഴും അവർ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ദീനില്ലാത്തത്, നിങ്ങൾ എന്താണ് മതം പറയാത്തത്? അവരോട് പലപ്പോഴും വളരെ വിനയത്തോടുകൂടി പറയാറുള്ളത്, അഥവാ മതം എന്ന് പറഞ്ഞാൽ കൈക്കെട്ടിന്റെയും കുനൂത്തിന്റെയും അതുപോലെ തന്നെ കയ്യാത്തലിന്റെയും ഒരുപക്ഷെ ഒരു കൈവിരലിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു മതത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്നും അതിനപ്പുറത്ത് ജീവിതത്തെ ഏകകമായി കാണുന്ന സമഗ്രമായ ദർശനമായ ഇസ്ലാമിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തെയും ഈ കാലഘട്ടത്തിന്റെ ജാഗരീയത്തിനെയും നിർണ്ണയിക്കുകയും ആ നിർണ്ണയിക്കപ്പെട്ട ജാഗരീയത്തിനെതിരെ വ്യക്തിയെ സമരസജ്ജമാക്കി ആദർശ പോരാട്ടത്തിന് പാകപ്പെടുത്തുകയും ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അവരോട് ഞങ്ങൾ പുലർത്തുവാനുള്ളത്. അങ്ങനെ പറയുന്ന ആളുകളോട് വിനയത്തോടുകൂടി പറയുന്നു, ഈ ചരിത്രപരമായ ദൗത്യ നിർവഹണത്തിൽ നിങ്ങളും രംഗപ്രവേശം ചെയ്യേണ്ടതുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം അത്തരം ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നിരുത്തരവാദപരമായ നേതൃത്വങ്ങളും വളരെ നിരുത്തരപരമായ സമീപനങ്ങളുമാണ് പലപ്പോഴും മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരാറുള്ളത്. ഒരു സമുദായം കനത്ത വെല്ലുവിളികൾ നേരിടുമ്പോൾ സാമ്രാജ്യത്വം ഒരുപക്ഷെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശ ലംഘനങ്ങളിലൂടെ അധിനിവേശത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള അധിനിവേശം നടത്തുമ്പോൾ അതുപോലെ തന്നെ മുതലാളിത്തത്തിന്റെ ജീർണതകൾ നമ്മുടെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, മനുഷ്യ മനസ്സുകളിലേക്ക്, അതുപോലെ തന്നെ അടുക്കളയിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കോണുകളിലേക്കും അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പോൾ ഫാഷിസം കൊമ്പുകോർത്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെതിരെ ജാഗ്രതയായി നിലകൊള്ളേണ്ടുന്ന മതസംഘടനകൾ യഥാർത്ഥത്തിൽ മനുഷ്യരൊരു വിഷയവുമില്ലാത്ത ജിന്നിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗതികേടിലെത്തിപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശിർക്കുകൾക്കെതിരെ പോരാട്ടം നടത്തി അവസാനം ശിർക്കൻ താല്പര്യത്തിൽ വരെ കാഴ്ചപ്പാടുകളിൽ വരെ ഇവർ എത്തിപ്പെടുന്നു എന്നതും വല്ലാത്ത ദുര്യോഗമാണ്. വാഹനം ഓടിക്കുന്നുവോ നിങ്ങൾ? അങ്ങനെ വാഹനം ഓടിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? അള്ളയല്ല കൂട്ടരെ, അത് ജിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ്. ഈ അർത്ഥത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ട് 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 ഇപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മക്കൾ ഇത്തരം സീഡി കേട്ട് കേട്ട് കുട്ടികൾക്ക് തോന്നിപ്പോകുന്നു. അവസാനം കുട്ടികൾ വിലയിരുത്തുന്നു, ഇന്ത്യ തോറ്റത് ജിന്ന് കാരണമാണ് പോലും. കാരണം എങ്ങനെയാണ് തോൽക്കാതിരിക്കുക? ഈ പറയപ്പെട്ട രീതിയിൽ ജിന്ന് എല്ലായിടത്തും നിലയുറപ്പിച്ചപ്പോൾ പെൺകുട്ടിയെന്ന് സിക്സർ അടിച്ചിട്ട് പോകുന്നില്ല, മുട്ടി മുട്ടി നിൽക്കുകയാണ്, ജിന്ന് തടയുകയാണ് പോലും. ഈ അർത്ഥത്തിൽ വരെ അഥവാ വളരെ ബാലിശമായ അതുപോലെ തന്നെ ആകാശത്തിനും ഭൂമിയിലും മനുഷ്യരെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന് ആകാശഭൂമിക്കിടയിൽ മനുഷ്യൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ എന്നിട്ട് അതിലേക്ക് ഞങ്ങളും കൂടി വരണമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ദീനിനെയല്ല പ്രതിനിധാനം ചെയ്യുന്നത്. മറിച്ച് പൗരോഹിത്യ മതത്തിന് പകരം വിമോചനപരമായ പ്രവാചക മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനമായി എണീറ്റു നിൽക്കുവാനുള്ള കരുത്താണ് ഇസ്ലാമിക പ്രസ്ഥാനം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സഹകാരികളാകുവാനും സഹയാത്രികരാകുവാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സുമനത്തോടുകൂടി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് മൂവ്മെന്റിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും വിപ്ലവാഭിവാദങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു